ഇപ്പൊ പറയാൻ പോകുന്നത് മൂകാംബിക ദേവിയുടെ കഥയാണ് കേട്ടോ. ശങ്കരാചാര്യരെ ഭഗവതിയെ തപസ് ചെയ്യണം സരസ്വതി ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. കാരണം കേരളത്തിലുള്ളവർക്ക് സാക്ഷരതയൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായ ഒരു അറിവ് ഇല്ല. അതുകൊണ്ട് സരസ്വതി ദേവിയുടെ അനുഗ്രഹം കേരളത്തിന് വേണം എന്ന് വിചാരിച്ചിട്ട് കേരളത്തിലേക്ക് ഭഗവതിയെ കൊണ്ടുവരാനായിട്ട് തപസ് ചെയ്യാം. അങ്ങനെ തപസ്സിലെ ഭഗവതി പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ശങ്കരാചാര്യർ പറഞ്ഞു, എൻ്റെ കൂടെ കേരളത്തിലേക്ക് വരണം, അവിടെ പ്രതിഷ്ഠയായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുടജാദ്രിയിൽ നിന്നിട്ടാണ് തപസ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവതി പറഞ്ഞു, ശരി ഞാൻ വന്നോളാം, എൻ്റെ മുൻപിൽ നടന്നോളൂ, പിറകെ ഞാൻ വന്നോളാം, ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എവിടെ വെച്ചാണോ തിരിഞ്ഞു നോക്കിയത് അവിടെ ഞാൻ പ്രതിഷ്ഠയായിട്ട് ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്ന് പറഞ്ഞ ശങ്കരാചാര്യർ പറഞ്ഞു, ഇനി ഞാൻ കേരളത്തിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുൻപിൽ നടന്നു, പുറകിലെ ഭഗവതി ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ ഭഗവതിയുടെ ഈ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഓരോ അടികൾ ഇങ്ങനെ വെക്കുമ്പോഴും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മൂകാംബിക ക്ഷേത്രം നിൽക്കുന്ന കൊല്ലൂരുണ്ടല്ലോ, അവിടെ എത്തിയ സമയത്ത് ഭഗവതിക്ക് അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ, ആ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതിയാണ് അവിടെ. അവിടെ ഒന്ന് ഇരുന്നാലോ എന്നുള്ളൊരു ആഗ്രഹം ഭഗവതിക്ക് തോന്നി. ഒപ്പം ശങ്കരാചാര്യരെ ഒന്ന് പരീക്ഷിക്കാമെന്നും കൂടെ ഭഗവതി തീരുമാനിച്ചിട്ട് ഈ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം നിർത്തിവെച്ചു. ശങ്കരാചാര്യരാകട്ടെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഈ ചിലമ്പിന്റെ ശബ്ദം കേൾക്കണില്ല. അപ്പോൾ ഭഗവതി പുറകിൽ വരുന്നില്ലേ എന്നൊരു സംശയം ശങ്കരാചാര്യർക്ക്. തിരിഞ്ഞു നോക്കരുതെന്ന് ഭഗവതി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു സംശയം ഉള്ളത് കൊണ്ട് ശങ്കരാചാര്യർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കേണ്ട താമസം ഭഗവതി അവിടെ പ്രതിഷ്ഠയായിട്ടിരുന്നു. അതാണ് ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്ന സ്ഥലം. ഭഗവതിയുടെ ആ കാൽച്ചിലമ്പിന്റെ ശബ്ദം നിലച്ചതുകൊണ്ടാണ്, മൂകയായതുകൊണ്ടാണ് മൂകാംബിക എന്നുള്ള പേര് വന്നതെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മൂകാസുരനെ വധിച്ചതുകൊണ്ടാണ് ഭഗവതിക്ക് ആ പേര് ലഭിച്ചത് എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശങ്കരാചാര്യർ ഭഗവതിയെ സേവിച്ച് മൂകാംബികയിൽ ഇങ്ങനെ കഴിഞ്ഞു പോരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട്, അതായത് കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. അങ്ങനെ പിന്നെയും അദ്ദേഹം തപസ് ചെയ്തിട്ട് ഭഗവതിയെ പ്രീതിപ്പെടുത്തി. ഭഗവതി പറഞ്ഞു, കുറച്ച് സമയത്തേക്ക് ഞാൻ സരസ്വതിയായിട്ട് വന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചോറ്റാനിക്കരയിലേക്ക് ഭഗവതി വരികയാണ്. പുലർച്ചെ 4 മണിക്ക് നട തുറന്ന് കഴിഞ്ഞിട്ട് രാവിലത്തെ നിർമ്മാലയവും ഉഷപൂജയും കഴിഞ്ഞ് 5 മണി വരെ മൂകാംബിക ദേവി ചോറ്റാനിക്കര ക്ഷേത്രത്തിലുണ്ടായിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് തിരികെ മൂകാംബികയിലെത്തി 5 മണിക്ക് ശേഷമാണ് മൂകാംബികയിൽ നട തുറക്കുന്നത്. ഇത്രയും.